കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഒരു സ്നാക്സ് റെഡിയാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്വീറ്റ്സ് റെഡിയാക്കി എടുക്കാം. റവ വെച്ചിട്ടുള്ളൊരു കേസരിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ ഒരുപാട് നെയ്യൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, വെറും 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു വലിയ ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് തന്നെ കുറച്ച് മുന്തിരിയും കൂടി വറുത്തിട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഒരുപാടൊന്നും വറുത്തെടുക്കേണ്ട. ഞാനിപ്പോൾ 240 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കാം. ഇത്രയും മതി കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം സെയിം പാനിൽ തന്നെ നമ്മൾ റവ എടുത്ത ആ കപ്പിൽ തന്നെ 1 കപ്പ് റവ എടുത്തു. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ്. ഒരുപാട് നെയ്യ് ചേർത്തിട്ടല്ല ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഡെക്കറേഷനായിട്ട് ഇത് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് വേഗം തന്നെ നമുക്കതിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി റവയുടെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 10-20 മിനിറ്റ് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ റവ കേസരി അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് റവയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്